മുഖ്യമന്ത്രിയുടെ RS ബന്ധം പുറത്തു കൊണ്ടുവന്നതിനാലാണ് അദ്ദേഹത്തിന് തന്നോട് ഇത്ര ദേഷ്യം എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. BJPയുമായും കേന്ദ്ര സർക്കാരുമായും മുഖ്യമന്ത്രിക്ക് ധാരണയുണ്ടെന്നും BJPക്ക് ജയിക്കാൻ തൃശൂരിൽ സൗകര്യമൊരുക്കിയത് മുഖ്യമന്ത്രിയെന്നും വി ഡി സതീശൻ ആവർത്തിച്ചു. ധാർമ്മികമായി ഏറ്റെടുത്താൽ പോരാ, കടകംപള്ളി സുരേന്ദ്രൻ അതിൽ പങ്കുണ്ട്. കാരണം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും. ദേവസ്വം മന്ത്രി അറിയാതെ ഈ സ്വർണ്ണക്കൊള്ള നടക്കില്ല. സ്വർണ്ണക്കൊള്ള നടന്നു. എന്നിട്ട് അവിടെ കൊടിമരത്തിന്റെ കാര്യത്തിൽ UDF നേതാക്കന്മാരെ പ്രതിയാക്കാൻ നോക്കി. ഇതിന് പകരം അത് വിജിലൻസ് തള്ളി. കോൺഗ്രസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. കട്ടത് മുഴുവൻ CPM-കാര്. കട്ട ആളിപ്പോഴും ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുകയാണ്. ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. അവർക്കെതിരെ നടപടിയെടുത്താൽ അവര് ഈ മന്ത്രിമാരുടെ പേര് പറയുമെന്നുള്ള പേടിയാണ്. മുൻ മന്ത്രിയുടെ ഇപ്പോഴത്തെ മന്ത്രി. കേരളത്തിലെ ജനങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദുക്കൾ മാത്രമല്ല, അവരെല്ലാം ഷോക്കാണ്. വേറൊരു കാര്യം, ഈ മുഖ്യമന്ത്രി എപ്പോഴും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഉന്നം വെക്കുന്നത്. കാരണം അങ്ങയുടെ RSS ബന്ധം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു. മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെയും ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം RSSും അദ്ദേഹവും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം പുറത്തു കൊണ്ടുവന്ന ഞാനാണ്. അതിന്റെ ദേഷ്യം തീർക്കുക. എന്നെ RSS ആക്കാൻ പറ്റില്ല. ഞാൻ RSS പിന്തുണയോടുകൂടിയല്ല നിയമസഭയിൽ വന്നത്. പിണറായി വിജയൻ RSS പിന്തുണയോടുകൂടിയാണ് നിയമസഭയിൽ ജയിച്ചു വന്നത്. പിണറായി വിജയനാണ് മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ വെച്ച് RSS നേതാക്കളുമായി ചർച്ച ചെയ്തത്. വി ഡി സതീശനല്ല. മനസ്സിലായില്ലേ? RSSനെ ജയിക്കാൻ വേണ്ടിയിട്ട്, BJPക്ക് ജയിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ സൗകര്യം ചെയ്തു കൊടുത്തത് വി ഡി സതീശനല്ല, പിണറായി വിജയനാണ്. RSS നേതാവ് ഹൊസബലയുമായിട്ട് സംസാരിക്കാൻ ADGPയെ വിട്ടത് പിണറായി വിജയനാണ്, വി ഡി സതീശനല്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു ഭയം പിണറായി വിജയനുണ്ടോ? അതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളും അഴിമതിയും എല്ലാം തുറന്നു കാട്ടിയതിനാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റുമായി ധാരണയിലാണ്, BJPയുമായി. എന്താ കാര്യം? അദ്ദേഹത്തിനെതിരായി നിരവധി കേസുകളുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ മോശക്കാരനായിട്ട് പറയുന്നു. BJPയുടെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. BJPക്കാരുടെ മുമ്പിൽ മിടുക്കനാകാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ മോശമായി അധിക്ഷേപിച്ച് പിണറായി വിജയൻ സംസാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.